ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ക്രിസ്മസ് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ പോകുന്ന വീഡിയോ ആട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കുറേ ലേറ്റ് ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യാണ്ടായി, മക്കൾക്ക് വയ്യാണ്ടായി, അങ്ങനെ ഇത് ലേറ്റ് ആയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഉച്ചക്കാട്ടോ പോയത്, 3 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് റാന്തലിൽ നിന്ന് നല്ല ബിരിയാണിയെല്ലാം കഴിച്ചിട്ടാട്ടോ നമ്മൾ പോയത്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് പനാമയിൽ ടയർ മ്യൂസിയം അല്ലേ, അവിടെ കയറണം എന്നുള്ള മൈസൂർ പോകുന്ന വഴിക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ കയറണം എന്നുള്ള ഒരു ഇതിലൂടെയാണ് നമ്മൾ പോയത്. നമ്മൾ കറക്റ്റ് ടൈമിലെല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇവാനൊന്നും കഴിച്ചില്ല, അവനക്ക് പിന്നെ കക്കിരി കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. ഇതാണ് കേട്ടോ, ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. ഇതാണ് മ്യൂസിയം. ഓൾഡ് കുറേ പണ്ടത്തെ കാർസും ബൈക്കും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതാ ടോൾ എൻട്രി ആയിട്ടുണ്ട്. കുറേ ടോൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് എത്തേണ്ടത്. ഇപ്പോൾ ബാംഗ്ലൂർ ടു കേരള പോകുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അഫുവിനോട് നമ്മുടെ ഈ മല കാണുമ്പോൾ ഇതാണ് റോക്കി ബായിൻ്റെ. പിന്നെ റോക്കി ബായി ഇവിടെ ഈ മലയെല്ലാം പൊട്ടിച്ചിട്ടാണ് ആ ഫിലിമിൽ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ മൈസൂർ പാലസ് റോക്കി ബായിൻ്റെ കൊട്ടാരം മുമ്പ് പറഞ്ഞത് നമ്മൾ അവൻ്റെ അടുത്ത് അവനവും വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് വണ്ടി നമ്മൾ സ്കൂട്ടി പോവും, നമ്മൾ എന്റെ സ്കൂട്ടി പോവും, ബസ്സിൽ പോവാ, എന്നിട്ട് ആനനെ കണ്ട തിരിക്ക ഫോട്ടോ എടുക്കാൻ പോവാ. അപ്പൊ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ആന പുറത്തന്നെ വീട്ടിൽ ഞാൻ വരാം. ആന പുറത്തന്നെ വീട്ടിൽ ആന നിന്നെ കൊണ്ടാക്കുമല്ല. ഇവിടെ എന്റെ മേല് വരുന്നല്ലോ. അല്ല, അല്ലെങ്കിൽ അഫൂന് നമുക്ക് ആനപ്പുറത്ത് കയറ്റി കൂടെയോ? നീ അതെങ്ങനെ ചുരുണ്ട് കൊടുന്നു? അഫൂന് ഇപ്രാവശ്യം എന്തോ കാട് എൻട്രായപ്പോ ഭയങ്കര ധൈര്യം കാണിച്ചിന്. അവന് ഇങ്ങനെ ആനനെ ഇങ്ങനെ നിർത്തണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാനെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് ക്യാമറ ഇങ്ങോട്ടൊക്കെ ആക്കിപ്പോയി, ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നത്. എല്ലാ പ്രാവശ്യം മുമ്പ് കാണാറുണ്ട് ആനനെ. പിന്നെ നമ്മളെന്താ കാട് കഴിഞ്ഞപാട് നമ്മളൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചാർജർ കേബിൾ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ബിസ്നൂട്ടാണോ അങ്ങനെ ഇട്ടോടുക്ക് നിലത്ത്. പാവങ്ങൾ വിശക്കുന്നുണ്ട്. മാഷാ അല്ലാ, അഫു ഇങ്ങനെ ചെയ്തോണ്ടിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവന് അങ്ങനെ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്. ഓന് ഞാൻ പറഞ്ഞില്ലേ, ചാർജർ വാങ്ങാൻ പോയപ്പോൾ ഓനെ നായ്ക്കളെ കണ്ടിട്ട് ഒരു പാവം ഉമ്മ അവരല്ലേ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇരുട്ടിയെത്തിയിരിക്കുകയാണ് ഗായ്സ്. എന്താ അറിയില്ല, നമ്മൾ എവിടെ പോയാലും നമ്മുടെ നാടിൻ്റെ ഒരു ബോർഡും കേരള ബോർഡും എല്ലാം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പഴങ്ങാടി മറ്റെന്താ പറയുക കണ്ണാപുരം എത്തിയപ്പോൾ ഇതാ നല്ലൊരു തട്ടുകട കിട്ടി, പാപ്പൻശ്ശേരി. അപ്പോൾ അവിടെ നിന്ന് നല്ല അപ്പം മിക്സും കഴിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ വീട്ടിലെത്താറായി ഗൈസ്.
ഇതാ പഴങ്ങാടി വഴി ഇതാ അങ്ങനെ പയ്യന്നൂരെത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ എന്താ പറയുക, പയ്യന്നൂർ നമ്മുടെ ആ ബോർഡെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം നാട്ടിലെത്തണ്ടേ. പിന്നെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നത്, സർപ്രൈസ് ആക്കാൻ നിന്നതാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു അബദ്ധം പറ്റി വെച്ചാൽ അവരെല്ലാവരും ഡോറ് ലോക്ക് ചെയ്ത് കിടന്നു. ലാസ്റ്റ് അവരെ ഫോണിലെല്ലാം വിളിച്ച് കുറേ റിങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് ഡോറ് തുറന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷം 2-3 വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബൈ.